ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. മഴ കനത്തതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു. ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള സജ്ജീകരണങ്ങളുമായി എല്ലാവിധ സംവിധാനങ്ങളും രംഗത്തുണ്ട്. ക്യാമ്പുകൾ തുറക്കുന്നതടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന മഴയിൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. നടപ്പാത പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതും മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായി. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നഗരസഭ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. കുര്യന്മല കമ്മ്യൂണിറ്റി ഹാൾ, കടാതി NSS കരയോഗം, വാഴപ്പള്ളി JB സ്കൂൾ, കാവുങ്കര വനിതാ സെന്റർ, ടൗൺ UP സ്കൂൾ, ലോരോട്ടോ ആശ്രമം, ഇലാഹിയ സ്കൂൾ, പേട്ട ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലായിരിക്കും നഗരസഭയുടെ ക്യാമ്പുകൾ. ക്യാമ്പിലെത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കും. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം സംജാതമായാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന സാധാരണ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നഗരസഭ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 9ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനാണ് തീരുമാനം. വെള്ളം അതിശക്തമായി ഉയരുന്ന പക്ഷം ഉടനടി ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കും. ക്യാമ്പുകളിൽ എത്തുന്ന ആളുകൾക്ക് 3 നേരത്തെ ഭക്ഷണവും അത്യാവശ്യ ഘട്ടം വന്നാൽ മെഡിക്കൽ സംഘത്തിൻ്റെ സഹായം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യമൊരുക്കിക്കൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത തരത്തിലാണ് നഗരസഭ ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. 3 നേരത്തെ ഭക്ഷണവും ക്യാമ്പിൽ ഒരുക്കും. ക്യാമ്പിൽ അവശ്യഘട്ടങ്ങളിൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ലഭ്യമാക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതിനാൽ ജലനിരപ്പ് കുറഞ്ഞത് ആശ്വാസമായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.